ഹായ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മള് മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെട്രിക്സുമായി ബന്ധപ്പെട്ട അതിന്റെ എലമെന്ററി ഓപ്പറേഷൻസിനെ കുറിച്ച് പഠിച്ചു, ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് പഠിച്ചു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചായിരുന്നു അല്ലെ. എന്തായിരുന്നു മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു? ഒരു മെട്രിക്സ് ഇൻവേർട്ടബിൾ ആണെങ്കിൽ, അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ എല്ലാ മെട്രിക്സുകൾക്കും ഇൻവേഴ്സ് ഇല്ല. പ്രധാനമായിട്ടും സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമേ ഇൻവേഴ്സ് ഉള്ളൂ. അതിൽ തന്നെ എല്ലാ സ്ക്വയർ മെട്രിക്സിനും എന്ത് കാണത്തില്ല? ഇൻവേഴ്സ് കാണത്തില്ല. അപ്പൊ ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആണ് ബി എങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ എന്ന് എഴുതാം. ഐ എന്ന് പറയുന്നത് എന്തുവാ? ഐ ഇസ് ദ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ദ സെയിം ഓർഡർ ഓഫ് എ അല്ലെ. എയുടെ അതേ ഓർഡർ ഉള്ള ഐഡന്റിറ്റി മെട്രിക്സ് ആണ് നമ്മൾ എന്ത് കിട്ടുന്നത്? ഐ. അപ്പൊ എയും ആ സെയിം ഓർഡർ ഉള്ള ബി എന്ന് പറയുന്ന രണ്ട് സ്ക്വയർ മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എയുടെ ഇൻവേഴ്സ് ആണ് ബി, തിരിച്ച് ബിയുടെ ഇൻവേഴ്സ് ആണ് എ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ഇൻവേഴ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതിൽ തന്നെ ഈ ഇൻവേഴ്സ് എലമെന്ററി ഓപ്പറേഷൻസ് ഉപയോഗിച്ച് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. യൂസിങ് എലമെന്ററി ഓപ്പറേഷൻ, how do you find the inverse of a matrix? ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് എലമെന്ററി ഓപ്പറേഷൻ ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം. അതുകൊണ്ട് എന്തിന് എലമെന്ററി ഓപ്പറേഷൻ ഉപയോഗിച്ചെന്ന് എടുത്തു പറയാനുള്ള കാര്യം, നമ്മുടെ തൊട്ടടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ആണ്. ഈ ഡിറ്റർമിനന്റിനകത്ത് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നുണ്ട്. അത് കുറച്ചും കൂടെ എളുപ്പമാണ്, കുറച്ചുകൂടെ ഈസി മെത്തേഡാണ്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമേ ഉള്ളെങ്കിൽ നമുക്ക് ആ ചാപ്റ്ററിലെ കൺസെപ്റ്റുകൾ ഉപയോഗിച്ചാൽ മതി. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻസ് മിക്കവാറും ചോദിക്കുന്നത് ഇൻവേഴ്സ് മാത്രമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചോദിച്ചേക്കുന്നത്, എന്ത് ചെയ്യുന്നുണ്ട്? ബൈ യൂസിങ് എലമെന്ററി ഓപ്പറേഷൻ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്വയർ മെട്രിക്സ് തരും. ഇതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇനി ഇത് എങ്ങനെയാണ് ഈ സ്റ്റെപ്പുകൾ എന്നുള്ളത് നമ്മൾ പറയാൻ പോവുകയാണ്. ഇപ്പോ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിനെ എനിക്ക് ഐ ഇൻറ്റു എ എന്ന് എടുക്കാം. ഇല്ലെങ്കിൽ ഇതേ മെട്രിക്സിനെ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എ ഇൻറ്റു ഐ എന്ന് എടുക്കാം. കാര്യം ഒരു മെട്രിക്സും ഐഡന്റി മെട്രിക്സിന്റെ കൂടെ പ്രോഡക്റ്റ് എന്ത് കിട്ടും? ആ മെട്രിക്സ് തന്നെ കിട്ടും. സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ക്വയർ മെട്രിക്സിനെ ഐഡന്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെട്രിക്സ് തന്നെ കിട്ടും. നമുക്ക് അറിയാവുന്ന കൺസെപ്റ്റ് നമ്മൾ ചെറുമ്പ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇതില് ഈ ഫോർമാറ്റിലാണ് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ ഇത് റോ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് കോളം ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. പറഞ്ഞു, നമ്മൾ എലമെന്ററി ഓപ്പറേഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നമുക്ക് എത്ര എലമെന്ററി ഓപ്പറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? 6 എലമെന്ററി ഓപ്പറേഷൻ പഠിച്ചു. അതിൽ റോയുമായി ബന്ധപ്പെട്ട 3 കോളവുമായി ബന്ധപ്പെട്ട 3. അപ്പൊ ഇവിടെ എലമെന്ററി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പം എനിക്ക് കൂടുതലും റോ ഓപ്പറേഷൻ ചെയ്യാനാണ് താല്പര്യം. ചിലർ കോള ഓപ്പറേഷൻ ചെയ്യുന്നവരുണ്ട്, രണ്ടും ചെയ്യുന്നവരുണ്ട്. അത് ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ചിലർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏതായിരിക്കും കുറച്ച് ബെറ്റർ എന്നുള്ളത്. അങ്ങനെ നോക്കി ചെയ്യുന്നവർക്ക് ആ രീതിയിൽ ചെയ്യാം. ഞാൻ കൂടുതലും റോ ഓപ്പറേഷൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ആ കാൽക്കുലേഷൻസ് കാര്യങ്ങൾ പെട്ടെന്നൊന്നുമില്ല, എല്ലാം ഒരേ രീതിയിലാണ്. എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് എന്നുള്ളത് റോ ഓപ്പറേഷൻ ആണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തൽക്കാലം റോ ഓപ്പറേഷൻ ആണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് അതേ ഫോർമാറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൾ ഓപ്പറേഷൻ ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റോ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കോൾ ഓപ്പറേഷൻ ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ റോ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ കോൾ ഓപ്പറേഷൻ. റോ ഓപ്പറേഷൻ ആണെങ്കിൽ അവസാനം വരെ റോ ഓപ്പറേഷൻ, കോൾ ഓപ്പറേഷൻ ആണെങ്കിൽ അവസാനം വരെ കോൾ ഓപ്പറേഷൻ. നമുക്കത് മെട്രിക്സിന്റെ കേസിലേ ഉള്ളൂ. നമ്മൾ ഡിറ്റർമിനന്റിലും ഇതേ കാര്യങ്ങൾ ഇനി വീണ്ടും പഠിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. റോയും കോളവും ഓപ്പറേഷൻസ് മാറിയും തിരിഞ്ഞൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം റോ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇപ്പൊ സ്വാഭാവികമായിട്ട് അപ്പൊ 6 വരത്തില്ല, ഇനി 3 വരത്തില്ല. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യുന്നത്, പിന്നെ ഒരു നോൺ സീറോ കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ നോൺ സീറോ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ആയിട്ടുള്ള അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ. ഇതായിരുന്നു നമ്മൾ 3 ഓപ്പറേഷൻസ്. ആ 3 ഓപ്പറേഷൻസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പൊ സപ്പോസ് ഇതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന മെട്രിക്സ് എ ആദ്യം എഴുതും, ഈക്വൽ ടു ആ ഐഡന്റിറ്റി മെട്രിക്സും നമ്മൾ എഴുതും. ഈ എ ലെറ്റർ ആയിട്ട് തന്നെ ഇട്ടേക്കത്തേ ഉള്ളൂ, നമ്മൾ ഇത് എഴുതി പോകത്തില്ല. ഇത് രണ്ടും എഴുതും. എന്നിട്ട് ഈ മെട്രിക്സിനെ എലമെന്ററി ഓപ്പറേഷൻ ഉപയോഗിച്ച് ട്രാൻസ്ഫോം ചെയ്ത് ഈ സ്ഥാനത്ത് ഞാൻ എന്താക്കും? ഐ ആക്കും. ഐ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ എയുടെ സ്ഥാനത്ത് എനിക്ക് എന്ത് കൊണ്ടുവരണം? ഐ കൊണ്ടുവരണം. ഇവിടെ കിട്ടുന്നുണ്ടോ? ഈ എ എങ്ങനെ ഐ ആക്കുന്നത്? അതിനു വേണ്ടിയിട്ടാണ് എലമെന്ററി ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പറഞ്ഞ 3 എലമെന്ററി ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് ഇവിടെ എയുടെ സ്ഥാനത്ത് ഐ ആക്കും. അപ്പൊ അതിനുവേണ്ടി എനിക്ക് ഇന്റർചേഞ്ച് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, മൾട്ടിപ്ലൈ ആയിട്ട് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഈ എ തന്നിരിക്കുന്ന മെട്രിക്സ് ചേഞ്ച് ചെയ്ത് കുറെ സ്റ്റെപ്പുകളൊക്കെ എടുക്കും. ചിലപ്പോൾ ഒരു 4, 5, 6 സ്റ്റെപ്പുകളൊക്കെ ചിലപ്പോൾ എടുക്കും. അത് തന്നിരിക്കുന്ന മെട്രിക്സിനെ ബേസ് എടുക്കും. അപ്പൊ നമ്മൾ കൂടുതലും 2x2 ഓർഡർ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കണ്ടുപിടിക്കാൻ എളുപ്പവഴി പറഞ്ഞുതരാം. അത് ഈ ക്ലാസിന്റെ അവസാനം പറഞ്ഞുതരാം. 3x3 നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ചെയ്യാനുണ്ട്. ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 6 7 സ്റ്റെപ്പുകളൊക്കെ ചിലപ്പോൾ വേണ്ടി വരും.
അപ്പം ആ സ്റ്റെപ്പുകൾ അത്രയും കൃത്യമായിട്ട് ചെയ്യണം. കാര്യം ഇതിനിടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ സ്റ്റെപ്പുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ആ ചെയ്യുന്ന ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ അത് ചെറിയൊരു മിസ്റ്റേക്ക് വരികയോ ചെയ്താൽ നമുക്ക് ഇൻവേഴ്സിലേക്ക് എത്താൻ പറ്റത്തില്ല. അത് പ്രത്യേകിച്ച് അതിന്റെ ഓർഡറിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ എന്റേതായ ഒരു രീതി, അതൊരു റൂളൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ജസ്റ്റ് ചെയ്ത് വെച്ചാൽ കൃത്യമായ ആൻസറിലേക്ക് എത്താനുള്ള ഒരു പാത്ത് പറഞ്ഞു തരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അത് അതുപോലെ ഫോളോ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാം. പക്ഷെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമുക്ക് തോന്നിയ രീതിയിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റത്തില്ല. കാര്യം ഈ ഐയിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വിചാരിച്ച ഫോമിലേക്ക് ഇത് ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ക്വസ്റ്റ്യൻ പറയുമ്പോൾ നമുക്ക് ആ വേരിയേഷൻ മനസ്സിലാവും. എല്ലായ്പ്പോഴും നമ്മൾ വിചാരിച്ച എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഐ കിട്ടുമെന്ന് വിചാരിക്കണ്ട. അപ്പം അത് ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, ഇപ്പൊ ഇവിടെ എ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് ഐ ആക്കുന്നു. ആ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, ഇന്റർചേഞ്ച് ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ, അത് അതുപോലെ ഇവിടുത്തെ ഈ ഐഡന്റിറ്റി മെട്രിക്സിലും ചെയ്യണം. ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ മെട്രിക്സ് മാറുന്ന അനുസരിച്ചിട്ട് ഇവിടുത്തെ മെട്രിക്സും എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. ചേഞ്ച് ചെയ്ത് ഇത് ഐ ആവുമ്പോൾ ഇവിടെ മറ്റേതെങ്കിലും മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. ഞാൻ എന്നെ ബി എന്ന് വിളിച്ചാൽ ബി ഇൻറ്റു ഇവിടെ ഓൾറെഡി ഒരു എ ഉണ്ടല്ലോ, ബി എന്നുള്ള രീതിയിൽ കിട്ടും. ഇപ്പൊ നോക്കി ആ എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്താ കിട്ടിയത്, ഐ ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പറയാം ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ. അപ്പൊ ഇവിടെ കിട്ടുന്ന പുതിയ മെട്രിക്സ് ബി ആയിരിക്കും നമ്മുടെ എയുടെ ഇൻവേഴ്സ്. ഇവിടെ നമ്മൾ ഒരു കാര്യമേ ചെയ്യുന്നുള്ളൂ, എയെ നമ്മൾ എന്താക്കി മാറ്റുന്നു, ഐ ആക്കി മാറ്റുന്നു. പിടികിട്ടുന്നുണ്ടോ? അതിനുവേണ്ടി നമുക്ക് പഠിച്ചിരിക്കുന്ന എലമെന്ററി ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാം. ഞാൻ റോ ഓപ്പറേഷന്റെ കേസാണ് ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അത് അതുപോലെ കോൾ ഓപ്പറേഷൻ ചെയ്യാം. ഓക്കെ ആണല്ലോ? ഇപ്പൊ റോ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റോ ഓപ്പറേഷൻ മാത്രമേ ചെയ്യാവൂ. ഞാനിവിടെ ഒരു കാര്യം ഇവിടെ പറഞ്ഞേക്കാം. നമ്മൾ ഈ ഓപ്പറേഷൻസ് നടത്തുന്നതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇവിടുത്തെ ഏതെങ്കിലും റോ അല്ലെങ്കിൽ കോളം കംപ്ലീറ്റ് സീറോ ആയി കിട്ടും, അതിനകത്ത് എല്ലാ എലിമെന്റ്സും ഒന്ന് സീറോ ആയി പോയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. അതിന്റെ കാര്യം, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കാര്യം ആ മെട്രിക്സിന് ഇൻവേഴ്സ് കാണത്തില്ല. ഏതെങ്കിലും ഒരു റോയോ കോളമോ കംപ്ലീറ്റ് സീറോ ആയി, എല്ലാ എലിമെന്റ്സും സീറോ ആയി കഴിഞ്ഞാൽ, റോയിലെ അല്ലെങ്കിൽ കോളത്തിലെ എല്ലാ എലിമെന്റ്സും സീറോ ആയി കഴിഞ്ഞാൽ ആ മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ? ഞാൻ പറഞ്ഞു എല്ലാ സ്ക്വയർ മെട്രിക്സിനും ഇൻവേഴ്സ് കാണണമെന്നില്ല. അപ്പോ ചില സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്തു വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, റോ അല്ലെങ്കിൽ കോളം കംപ്ലീറ്റ് സീറോ ആയിപ്പോ. അപ്പൊ അതിനർത്ഥം അതിന് ഇൻവേഴ്സ് ഇല്ലെന്ന്. അപ്പൊ അവിടെ വെച്ച് നിങ്ങൾക്ക് ആ സ്റ്റെപ്പുകൾ അവസാനിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ദിസ് മെട്രിക്സ് ഈസ് നോട്ട് ഇൻവേർട്ടബിൾ എന്നെഴുതി നമുക്ക് നിർത്താം. പിടികിട്ടുന്നുണ്ടോ? ഇനി നമുക്കൊരു എക്സാമ്പിൾ എടുത്തത് ചെയ്യുന്ന രീതി നോക്കാം. അപ്പൊ നമ്മൾ എ ഈക്വൽ ടു ഐ എന്ന് എടുത്തിട്ട് റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാൻ പോകണം. അല്ലെങ്കിൽ എ ഈക്വൽ ടു എ എന്ന് എടുത്തിട്ട് നമുക്ക് അതേപോലെ കോൾ ഓപ്പറേഷൻ ചെയ്യാം. അപ്പൊ റോ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ റോ ഓപ്പറേഷൻ മാത്രമേ ചെയ്യാവൂ. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ വരുന്നത്. ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ തൽക്കാലം എഴുതാം. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു 1 2 2 -1. ഇതാണ് മെട്രിക്സ്. ഓക്കെ ആണല്ലോ? 1 2 2 -1 ഇതിന്റെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്തു, എഴുതി എ ഇസ് ഈക്വൽ ടു ഐ എ എന്ന് എഴുതി. ഞാൻ റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. എയുടെ സ്ഥാനത്ത് 1 2 2 -1 എഴുതി. ഈക്വൽ ടു ഐയുടെ സ്ഥാനത്ത് 1 0 0 1. ആ എ എന്ന് പറയുന്ന മെട്രിക്സ് അതുപോലെ. ഇനി എന്റെ എയിം എന്തുവാ, ഇതിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ടുവരണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ റോ ഓപ്പറേഷൻ ചെയ്യുകയാണ്. അപ്പൊ ഇനി റോ ഓപ്പറേഷൻ മാത്രമേ ചെയ്യൂ. ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, റോ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ കോളം ക്ലിയർ ആക്കി കൊണ്ടുവരിക, ഓരോ കോളം കറക്റ്റ് ആക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് അല്ലയോ, ഫസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 1 0 എന്നുള്ള ഫോമിലാക്കുക. അടുത്തത് 0 1 എന്നുള്ള ഫോമിലാക്കുക. അപ്പൊ റോ ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് ആദ്യം ഫസ്റ്റ് കോളം ക്ലിയർ ചെയ്യുക. ഒരു തേർഡ് ഓർഡർ ആണെങ്കിൽ ആദ്യം ഫസ്റ്റ് കോളം 1 0 0 ആക്കുക, അടുത്ത കോളം 0 1 0 ആക്കുക. അതിനുശേഷം അടുത്തത് എന്ത് ചെയ്യുക, 0 0 1 എന്നാക്കുക. അതിൽ തന്നെ 1ന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. 1 ഉപയോഗിച്ച് അടുത്തത് 0 ആക്കാൻ നോക്കുക. അപ്പൊ ആദ്യം ഇപ്പൊ ഇവിടെ 1 0 0 ആക്കുമ്പോൾ ആദ്യത്തെ പൊസിഷനിൽ ഇപ്പം നിങ്ങൾക്ക് നോക്കുക 1 0 0 ആക്കാത്ത 1 എവിടെ വരുന്നത്, അവിടെ 1 ആക്കാൻ ആദ്യം നോക്കണം. അവിടെ അത് റൂളൊന്നുമല്ല, ഞാനൊരു ഓർഡർ പറഞ്ഞേ ഉള്ളൂ. അതിപ്പോ അവിടെ 0 ആക്കിയിട്ട് പിന്നെ 1 ആക്കിയാലും പ്രശ്നങ്ങളൊന്നും അവിടെ വലിയ കുഴപ്പങ്ങളൊന്നും വരത്തില്ല. പക്ഷെ കുഴപ്പം വരുന്ന ചില കേസുകളുണ്ട്. അപ്പൊ അതുകൂടെ നിങ്ങൾ നോക്കുക. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം ഫസ്റ്റ് കോളം ക്ലിയർ ചെയ്യുമ്പോൾ 1 ക്ലിയർ ചെയ്തിട്ട് അതിനുശേഷം പിന്നെ 0 0 ഉണ്ടാക്കുക. അടുത്ത സെക്കൻഡ് കോളം ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ മിഡിലില് എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം 1 ആക്കിയിട്ട് പിന്നെ മുകളിലും താഴെ എന്ത് ചെയ്യുക, 0 ആക്കും. തേർഡ് കോളം വരുമ്പോഴും അതേപോലെ തന്നെ ആദ്യം ഏറ്റവും താഴെയുള്ള 1 ക്ലിയർ ചെയ്യുക, എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് 0 0 ഉണ്ടാക്കുക. അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ 0 0 വരുന്ന പറഞ്ഞുതരാം. പിന്നെ ഒപ്പം പറയണം മറ്റൊരു കാര്യം, ഫസ്റ്റ് കോളം ക്ലിയർ ചെയ്താൽ ഫസ്റ്റ് റോ ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുകയേ ചെയ്യരുത്.
അപ്പൊ അങ്ങനെ 3 കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ സെക്കൻഡ് കോളം ക്ലിയർ ചെയ്താൽ സെക്കൻഡ് റോ പിന്നെ ഓപ്പറേഷൻ ഉപയോഗിക്കും, തേർഡ് റോ ക്ലിയർ ചെയ്താൽ തേർഡ് റോ പിന്നെ ഓപ്പറേഷൻ ഉപയോഗിക്കും. ഓക്കെ ആണല്ലോ. അപ്പം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, റോ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ റോ ഓപ്പറേഷൻ മാത്രമേ ചെയ്യാവൂ. അതിനുശേഷം പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ഒരു റോ ഓപ്പറേഷൻ നടത്തുമ്പോൾ നമ്മൾ ആദ്യം കോളം എന്ത് ചെയ്യുക, കറക്റ്റ് ആക്കുക. ഓരോ കോളത്തിലും 1ന് കുറച്ചുകൂടെ പ്രിഫറൻസ് കൊടുക്കുക. ആദ്യം 1 ക്ലിയർ ചെയ്തിട്ട് പിന്നെ സീറോസ് ഉണ്ടാക്കാൻ നോക്കുക. ചിലപ്പോൾ നമുക്ക് ഓൾറെഡി തന്നെ ചിലപ്പോൾ സീറോസ് ഓൾറെഡി കിട്ടും. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോളം കംപ്ലീറ്റ് ചെയ്താൽ ആ ഓർഡറിലുള്ള റോ എടുക്കരുത്. അതായത് ഫസ്റ്റ് കോളം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് റോ ഓപ്പറേഷന് വേണ്ടി എടുക്കരുത്. അതായത് അത് ഉപയോഗിച്ച് ഓപ്പറേഷൻ ചെയ്യരുതെന്നേ പറയുന്നുള്ളൂ. അതിനെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അത് ഉപയോഗിച്ച് ഓപ്പറേഷൻ ചെയ്യരുത്. ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചില പലർക്കും കൺഫ്യൂഷൻ വരും, ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് കുറെ ചെയ്ത് കാണിക്കാം. ഓക്കെ, നോക്കിക്കോളൂ. അപ്പൊ ഞാൻ ആദ്യം പോകുന്നത് റോ ഓപ്പറേഷൻ നടത്തിയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് കോളം അതായത് 1 0 ആക്കാൻ പോകണം. ഓക്കെ, നമ്മുടെ ഭാഗ്യത്തിന് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 1 തന്നെ വന്നിരിക്കുകയാണ്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇനി ഇവിടെ 0 ആക്കണം. എങ്ങനെയാണ് 0 ആക്കുന്നത്? ഒരു 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആകുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 0 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ എലമെന്ററി ഓപ്പറേഷനിൽ പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വേറെ ഏതെങ്കിലും രീതിയിൽ ഇവിടെ 0 ആക്കാൻ പറ്റുമോ, എങ്ങനെയാണെന്ന് നോക്കുന്നത്. ഇന്റർചേഞ്ചോ വേറെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു റോയെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മറ്റൊന്നിലൂടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചെയ്യുന്ന റൂൾസ് ആ ട്രാൻസ്ഫോർമേഷൻ ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ്. R2നെയാണ് ഞാൻ ചേഞ്ച് ചെയ്യുന്നത്, അതായത് സെക്കൻഡ് റോയെ ചേഞ്ച് ചെയ്യുന്നു. എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു? R2 ഇംപ്ലൈസ് R2 മൈനസ് 2R1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി 1 അല്ലേ, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ആകും. എന്നിട്ട് ഇവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ 2 2 ആക്കി കഴിഞ്ഞാൽ ഇവിടെ എന്താ സബ്ട്രാക്ട് ചെയ്താൽ 0 കിട്ടത്തില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1 ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് 0 ആക്കാൻ എളുപ്പം. 1 ഉപയോഗിച്ച് ഏതും 0 ആക്കാൻ നമുക്ക് എളുപ്പം. അതേ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ ഇവിടെ -2 ആയിരുന്നെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ ആഡ് ചെയ്താൽ എന്ത് ചെയ്യും, 0 ആയി പോകും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ നോക്കുന്നു R2 മൈനസ് 2R1 അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണ് എന്ത് ചെയ്യും, R2 ആണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് റോയ്ക്ക് ഒരു മാറ്റവും ഇല്ല, അത് 1 2 2 മൈനസ് 1 സോറി 1 2 ആയിട്ട് തന്നെ നിൽക്കുന്നു. ഇനി സെക്കൻഡ് റോ മാറുന്നു. സെക്കൻഡ് റോ ഇവിടെ എന്ത് വരും, ഫസ്റ്റ് റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 2 × 1 2. എന്നിട്ട് ഇവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്യും, സെക്കൻഡ് റോയിൽ സബ്ട്രാക്ട് ചെയ്യും. 2 മൈനസ് 2 ഇവിടെ 0. ഇവിടെയാണെങ്കിലോ 2 × 2 4 കിട്ടും. -1 -4 -5 എന്ന് കിട്ടും. കിട്ടുന്നുണ്ടോ? ഈ സെയിം സ്റ്റെപ്പ് നമ്മൾ ഇവിടെയും ചെയ്യണം. അതനുസരിച്ച് ഇതുവരെ ചെയ്താലേ ഇത് ചേഞ്ച് ചെയ്ത് വരത്തുള്ളൂ. അതുപോലെ ഇവിടെ നിൽക്കട്ടെ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, 1 0, അതിന് മാറ്റമൊന്നുമില്ല. ഇനി ഈ 0 1 എങ്ങനെ മാറും? ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഫസ്റ്റ് റോയിൽ. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2 അല്ല കിട്ടുന്നത്, 0 മൈനസ് 2 എന്താ കിട്ടുന്നത്, -2. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ റോയിൽ എഴുതി വെക്കുകയും ചെയ്യരുത് കേട്ടോ. ആ റോയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. അതേപോലെ ഇവിടെയാണെങ്കിലോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടും. 1 - 0 1. ഫസ്റ്റ് നമ്മൾ ചെയ്തപ്പോൾ ഇവിടെ 1 0 2 -5 എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തുവാ, നമ്മൾ ഇവിടെ 1 ആക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് കോളം ക്ലിയർ ചെയ്തു. അപ്പൊ ഇനി ഫസ്റ്റ് റോ ഓപ്പറേഷൻ ഉപയോഗിക്കരുതെന്നാ പറയുന്നത്. ഫസ്റ്റ് റോ ഓപ്പറേഷൻ ഉപയോഗിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പൊ ഞാൻ നോക്കി, ഇവിടെ എനിക്ക് 1 ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 × 2 6 കിട്ടും. ആ 6 -5 ഇവിടെ ആഡ് ചെയ്താൽ 1 കിട്ടത്തില്ലേ? അപ്പൊ ഞാൻ ആ സ്റ്റെപ്പ് ഒന്ന് എഴുതി നോക്കുകയാണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കി. R2 ഇംപ്ലൈസ് R2 പ്ലസ് 3R1. അപ്പൊ എന്ത് സംഭവിക്കും, ഇവിടെ ഫസ്റ്റ് 1 2 ആയിട്ട് തന്നെ നിൽക്കും. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നു. അപ്പൊ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 3 3 ആണ്. 0 + 3 3. ഇവിടെ ആണെങ്കിലോ 2 × 3 6 -5 + 6 1. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടുന്ന രീതി ഇവിടെ 1 കിട്ടി. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ മൊത്തത്തിൽ ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് ആക്കേണ്ടി വരണം. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ 0 കൊണ്ടുവന്നത്, അത് ഇവിടെ വന്നപ്പോ എന്ത് ചെയ്തു, അങ്ങ് പോയി. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പിൽ ഒരു ഓർഡറിൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്തു വെക്കുന്ന ആ സ്റ്റെപ്പുകൾ നമുക്ക് ഓരോ ഓപ്പറേഷൻ നടത്തുമ്പോൾ നഷ്ടമായിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ ഇനി വീണ്ടും ഇവിടെ 0 ആക്കണം. അപ്പൊ അത് ആ 0 ആക്കി വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ 1 പോകും. അപ്പൊ അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് പറയുന്ന ഓർഡർ ഇപ്പൊ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് കോളം ക്ലിയർ ചെയ്തു. ഇനി ഫസ്റ്റ് റോ ഓപ്പറേഷൻ, ആ ഫസ്റ്റ് റോ എടുക്കുമ്പോൾ ഈ 1 കൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്തിരിക്കുന്ന ആ സീറോസ് എല്ലാം മാറി വരും, അത് ഉറപ്പാണ്. ഫസ്റ്റ് റോ ഇനി ഓപ്പറേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ 1 കാരണം ഇവിടെ ബാക്കി ഉണ്ടായിരുന്ന 0 എന്ത് ചെയ്യും. ഇപ്പൊ തേർഡ് ഓർഡർ ആണെങ്കിലും അത് തന്നെയാണ്. ഫസ്റ്റ് കോളം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത സെക്കൻഡ് റോയിലോ തേർഡ് റോയിലേക്കോ അത് ഉപയോഗിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ 1 ഉള്ള സ്ഥിതിക്ക് ഇത് രണ്ടും എന്ത് ചെയ്യും, ആ 0 മാറി മറ്റേതെങ്കിലും നമ്പർ വരും. അപ്പൊ പിന്നെ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടാതെ വരും. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് കോളം നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് റോ ഓപ്പറേഷന് വേണ്ടി അത് മറ്റൊന്നിനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്.
അതായത് ഇവിടെ R2 ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ R1 ഉപയോഗിച്ചു. അത് പാടില്ലെന്നാണ് പറയുന്നത്. തിരിച്ച് എനിക്ക് R1 വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. വേറെ ഏതെങ്കിലും റോ ഉപയോഗിച്ചിട്ട് R1 ചേഞ്ച് ചെയ്യാം. പക്ഷെ R1 ഉപയോഗിച്ച് മറ്റൊന്നും ചേഞ്ച് ചെയ്യരുത്. കാര്യം R1 ഇനി ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഇവിടെ 0 വരുത്താൻ പറ്റത്തില്ല. അപ്പൊ R1 ഫസ്റ്റ് റോയെ ചേഞ്ച് ചെയ്യിപ്പിക്കാം. പക്ഷെ അത് ഉപയോഗിച്ച് മറ്റൊന്നും ചെയ്യരുത്. എപ്പോഴാ? ഫസ്റ്റ് കോളം കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ. അപ്പൊ ഇത് ചെയ്യാൻ പറ്റുമോ? ഇത് ചെയ്യാൻ പാടില്ല. അപ്പം അത് നമ്മളവിടെ മാറ്റി നിർത്തി. ഇനി നമ്മൾ എങ്ങനെയാ 0 ഇവിടെ ഇതാക്കുന്നത്? -5. അപ്പൊ പിന്നെ മൾട്ടിപ്ലൈ നോക്കിയേ, -5നെയും -5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. കുഴപ്പമില്ല. പക്ഷെ ഈ ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ എലമെന്ററി ഓപ്പറേഷനിൽ എങ്ങും പഠിച്ചിട്ടില്ല. പക്ഷെ അവിടുത്തെ രണ്ടാമത്തെ റൂൾ എന്തുവായിരുന്നു? ഒരു നോൺ സീറോ കോൺസ്റ്റന്റോട് മൾട്ടിപ്ലൈ ചെയ്യല്ലേ. അപ്പൊ -5/-5 നമുക്ക് എങ്ങനെ എഴുതാം? 1/-5 ഇൻറ്റു -5 എന്ന് എഴുതിക്കൂടെ? അല്ലെങ്കിൽ മറ്റു രീതിയിലാണെങ്കിൽ -1/5 ഇൻറ്റു -5. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? എന്ത് കിട്ടും? 1 കിട്ടത്തില്ലേ? ഓക്കെ ആണോ? അപ്പൊ ഇവിടെ 1 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു നോൺ സീറോ കോൺസ്റ്റന്റ് ആയിട്ടുള്ള -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ചിന്തിച്ചോ? ഡിവൈഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അതിന് റെസിപ്രോക്കലോട് മൾട്ടിപ്ലൈ, ഒരു നമ്പറിനെ മറ്റേ നമ്പറിനോട് ഡിവൈഡ് ചെയ്യുന്ന വെച്ചാൽ റെസിപ്രോക്കലോട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പൊ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്ര എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? R2 ഇംപ്ലൈസ് R2/-5 എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ എഴുതാവുന്ന മറ്റൊരു രീതി വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ അതേ ഫോർമാറ്റിൽ എഴുതുകയാണെങ്കിൽ R2 ഇംപ്ലൈസ് -1/5 R2. R2 എങ്ങനെ ചെയ്തു? -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് R2 കിട്ടുന്നുള്ള രീതിയിൽ എഴുതി. അങ്ങനെ എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളൂ? ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ R2/-5 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ചെയ്യുമ്പോൾ നമുക്ക് ഇത് മാത്രം നോക്കിയാൽ മതി. ഇതനുസരിച്ച് ഇത് മാറിക്കോളും. അപ്പൊ ഇത് എന്ത് കിട്ടും? 1 2 R1 മാറുന്നില്ലേ? 0. ഇവിടെ എന്ത് കിട്ടുന്നേ? 1 കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് കിട്ടും നോക്കി? ഫസ്റ്റ് റോ മാറുന്നില്ല, 1 0 -2 ഇൻറ്റു സെക്കൻഡ് റോ ആണ് നമ്മൾ -1/5 എന്ന് പറയുന്നത്. അപ്പൊ -2 ഇൻറ്റു 1/5 എന്ത് കിട്ടും? -1/5 എത്ര കിട്ടും? 2/5. 1 ഇൻറ്റു -1/5 എന്ത് കിട്ടും? -1/5 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇനി നോക്കി ഒരു സ്റ്റെപ്പ് കൂടെ ഉള്ളൂ നമുക്ക്. ദാണ്ടെ ഇവിടെ 0 ആക്കണം. അപ്പൊ ഇവിടെ എന്താ കിട്ടും? ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടും. ഇതെങ്ങനെ 0 ആക്കുന്നേ? ഇതുപോലെ ചെയ്താൽ മതി. R1 നിന്നും ഇതിന്റെ എന്ത് ചെയ്യുന്നു? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ പോരെ. അപ്പൊ R1 ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ R1 ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നോ? ഇല്ല. R1 ചേഞ്ച് ചെയ്യാൻ R2 ഉപയോഗിച്ചിട്ടാണ് R1 നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും R1 നമ്മൾ ഒരു ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. അപ്പൊ നോക്കി ആ സ്റ്റെപ്പ് ഒന്ന് എഴുതി കാണിക്കുന്നു. എങ്ങനെ വരും? അപ്പൊ നമ്മൾ എഴുതുന്നത് ഇതാണ്. R1 ഇംപ്ലൈസ് R1 -2R2. R2 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് R1 എഴുതി. ബാക്കിയുള്ളത് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 അല്ലേ? 0 ആണ്. അപ്പൊ 1 - 0 1 തന്നെ. അതിലൊരു മാറ്റം ഉണ്ടാകത്തില്ല. ഇവിടെയാണെങ്കിലോ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ആണ്. 2 - 2 0. എന്ന് വെച്ചാൽ ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടും. 1 0 0 1 കിട്ടി. ഈക്വൽ ടു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുത്തെ ചേഞ്ച് നോക്കാം. ഫസ്റ്റ് ഇത് മാറുന്നു. 1 മൈനസ് ഇതിന്റെ ടോയ്സ് എന്ന് പറയുമ്പോൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യല്ലോ. R1 നിന്നും ഇതിന്റെ ടോയ്സ് ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പൊ 2 ഇൻറ്റു 2/5 ദാറ്റ് ഈസ് 4/5. 1 - 4/5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 5 - 4/5 ദാറ്റ് ഈസ് 1/5 എന്ന് കിട്ടും ഇവിടുത്തെ എലമെന്റ്. 1/5. ഇവിടെയാണെങ്കിലോ 0 മൈനസ് ഇതിന്റെ ടോയ്സ് എന്ന് പറയുമ്പോൾ -2/5. 0 മൈനസ് -2/5. അപ്പൊ 0 + 2/5 ആവും. ആൻസർ എന്ത് കിട്ടും? 2/5 എന്ന് കിട്ടും. ഇനി ഫസ്റ്റ് റോ മാത്രമേ ചേഞ്ച് ചെയ്തുള്ളൂ. സെക്കൻഡ് റോ അത് തന്നെ 2/5 -1/5 ഇൻറ്റു A അതുപോലെ എഴുതുന്നു. നോക്കി ഇവിടെ ഉണ്ടായിരുന്നേ, എഴുതാൻ വിട്ടുപോകരുത്. ഇപ്പൊ നമുക്ക് കിട്ടിയ എന്തുവാ? A ഇൻറ്റു ഈ ഒരു മെട്രിക്സ് ചെയ്തപ്പോ നമുക്ക് I കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സ് എന്ന് പറയുന്നത് എയുടെ എന്തായിരിക്കും? ഇൻവേഴ്സ് ആയിരിക്കും. therefore A ഇൻവേഴ്സ് is equal to 1/5 2/5 2/5 -1/5. കിട്ടുന്നുണ്ടോ? ഇതാണ് A ഇൻവേഴ്സ് എന്ന് പറയുന്ന മെട്രിക്സ്. ഇതാണ് എലമെന്ററി ഓപ്പറേഷൻ ഉപയോഗിച്ച് നമ്മളിത് ചെയ്യുന്ന രീതി. കിട്ടുന്നുണ്ടോ? നമുക്കൊരു 2/2 മെട്രിക്സ് കൂടെ നോക്കാം. 2/2 എന്നിട്ട് ശേഷം 2/2 മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പവഴി പറഞ്ഞുതരാം. പക്ഷെ എലമെന്ററി ഓപ്പറേഷൻ വെച്ച് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഇതൊന്ന് എങ്ങോട്ടെങ്കിലും സൈഡിലോട്ടൊന്ന് എഴുതിയിട്ടേക്കാം. എന്തായിരുന്നു? അപ്പം ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ എല്ലാവർക്കും? അപ്പം A എന്ന് പറയുന്നത് 1 2 2 -1 ആണ്. അതുപോലെ A ഇൻവേഴ്സ് നമുക്ക് ആ ഷോർട്ട് കട്ട് പറയാൻ വേണ്ടിയിട്ടാണ് 1/5 2/5 2/5
-1/4. ഓക്കെ, ഇനി നമ്മള് അടുത്ത ഇതുപോലൊരു 2x2 മെട്രിക്സ് എടുക്കുകയാണ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കിക്കോളാം, ഒരു മെട്രിക്സ് ആയിട്ട് ഇപ്പം 4 3 3 2 A is equal to 4 3 3 2. എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറഞ്ഞതിനകത്ത് ഇവിടെ ഒരു 1 കൊണ്ടുവരണം. അപ്പൊ ആദ്യം നമ്മൾ എഴുതുന്നു A is equal to IA എന്ന് എഴുതി. എന്ന് പറഞ്ഞാൽ 4 3 3 2 എന്ന് എഴുതിയിട്ട് 1 0 0 1 ആണ് ഇൻറ്റു A. ഇവിടെ 1 കൊണ്ടുവരണം. രണ്ട് രീതി ചെയ്യാം. ഒന്നുകിൽ ആദ്യം ഇവിടെ 4 1 ഡിവൈഡ് ചെയ്യാം. അപ്പൊ R1 ഇംപ്ലൈസ് R1 by 4 എന്നോ, അല്ലെങ്കിൽ R1 is equal to R1 implies 1/4 R1, അതായത് 1/4 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? ഇവിടെ 1 കിട്ടും. ആ 1 ഉപയോഗിച്ച് ഇത് 0 ആക്കാം. എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാൻ. പക്ഷെ അപ്പൊ ആദ്യമേ ഫ്രാക്ഷൻ വരും. നമ്മൾ സാധാരണ നമ്പേഴ്സ്, നമ്മളെ ഇന്റിജേഴ്സ് ആഡ് ചെയ്യുന്ന അത്ര എളുപ്പത്തിൽ നമുക്ക് ഫ്രാക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല, നിങ്ങൾ 1/4 നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ വേറെ നോക്കണ്ട, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് 1 ആക്കാനുള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? 1 കിട്ടത്തില്ലേ? അപ്പൊ ചെയ്യുന്ന ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതാണ്. R1 ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ R1 ഇംപ്ലൈസ് R1 മൈനസ് R2. ഇവിടെ നമുക്ക് ഡയറക്റ്റ് കിട്ടും. തിരിച്ച് ഇവിടെ 3 ഇവിടെ 4 ആണെങ്കിൽ നമുക്ക് അത് ചെയ്താൽ മതി. പക്ഷെ -1 ആയിരിക്കും കിട്ടുന്നത്. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ത്രൂ ആയിട്ട് ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഇന്റർചേഞ്ച് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യം വന്നില്ല. ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. R1 മൈനസ് R2 എന്നൊരു ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ലാസ്റ്റ് ഓപ്പറേഷൻ ആണ് കേട്ടോ. അതായത് സെക്കൻഡ് റോയെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് റോ അല്ലെങ്കിൽ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതിന് തുല്യമാണിത്. അപ്പൊ എന്ത് കിട്ടും? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 കിട്ടും. 3 - 2 1 കിട്ടും. ഇവിടെ 3ഉം ഇവിടെ 2ഉം ആണ്. അപ്പൊ ഇവിടെ ആണെങ്കിലോ 1 - 0 1 0 - 1 -1 then 0 1. ഓക്കെ ആണല്ലോ. R1 ൽ നിന്നും R2 കുറച്ചപ്പോ കിട്ടിയതാണ്. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ 1 കിട്ടി. ഇത് ഉപയോഗിച്ചിട്ട് ഇത് 0 ആക്കണം. അങ്ങനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്താൽ പോരെ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് R2-നെയാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. R2 ഇംപ്ലൈസ് R2 മൈനസ് 3 R1. R1-നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് R2-നെ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ R1 മാറ്റമൊന്നും വരത്തില്ല. 1 1 തന്നെ ആയിരിക്കും. ഇവിടെ 0 കിട്ടും അല്ലെ. 3 എന്ന് വെച്ചാൽ 3 ആണ്. 3 - 3 0. ഇവിടെ 3 ആണ്. 2 - 3 എന്ന് പറയുന്നത് -1 കിട്ടും. ഇവിടെ ആണെങ്കിലോ 1 -1 ചേഞ്ച് ചെയ്യത്തില്ല. 3 ആണ്. 0 - 3 -3. ഇവിടെ ആണെങ്കിലോ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 ആണ്. 1 - ദാറ്റ് ഈസ് 1 + 3 എന്ന് പറയുമ്പോൾ 4 കിട്ടും. കിട്ടത്തില്ലേ? കറക്റ്റ് അല്ലേ? -3 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 ആണ്. അപ്പം 1 - -3 1 + 3 4 കിട്ടി. ഓക്കെ, നമുക്ക് എപ്പോഴും ഓരോ സ്റ്റെപ്പ് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ. കാര്യം ഇടയ്ക്ക് എവിടെയെങ്കിലും ചേഞ്ച് ഒന്നും നമ്മൾ പിന്നെ അറിയത്തില്ല. ഓക്കെ, ഇവിടെ -1 കിട്ടി. ഈ -1-നെ 1 ആക്കാൻ എന്ത് ചെയ്യണം? ഇപ്പൊ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇത് രണ്ടും ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പൊ ഇവിടെ 1 കിട്ടും. പക്ഷെ എന്ത് ചെയ്യും? ഇവിടെ ചെയ്ത് വന്ന 0 അങ്ങ് മാറിയിട്ട് ഇവിടെ 1 1 എന്നുള്ളതോ. അപ്പം അത് ചെയ്യരുത്. കാര്യം എന്താ? ഇവിടെ ഓൾറെഡി ഫസ്റ്റ് കോളം നമ്മൾ എന്ത് ചെയ്തു? ക്ലിയർ ചെയ്തു. അപ്പൊ ഇനി ഫസ്റ്റ് റോ ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുക. ഇന്റർചേഞ്ചിനകത്ത് R1-ഉം R2-ഉം നമ്മൾ ഇന്റർചേഞ്ച് R1-ഉം ഓപ്പറേഷന് വേണ്ടി ഉപയോഗിച്ചതിന്റെ അർത്ഥം. ഇനി ഇത് ഉപയോഗിക്കുന്നത്. ഇനിയുള്ള ഓപ്ഷൻ എന്തുവാ? -1 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ എഴുതും? അപ്പോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് R2 implies മൈനസ് R2, അതായത് -1 into R2. പറഞ്ഞേ എന്ത് സംഭവിക്കും എന്നുള്ളത്? 1 1 0 1. അപ്പൊ അവിടെ 1 കിട്ടി. ഇവിടെയാണെങ്കിലോ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ. അപ്പൊ 1 -1 3 -4 ആവും. ഓക്കെ, 3 -4 എന്ന് കിട്ടും. അല്ലെ? ഇവിടെ 1 ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു. -1 മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പൊ ഇവിടെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ഈ റോ മൊത്തത്തിൽ. അപ്പൊ ഇവിടെ -3 എന്നുള്ളത് 3 ആവും. 4 എന്നുള്ളത് -4 ആവും.
ഓക്കെ, ഈ 1 കിട്ടില്ല, ഇത് ഉപയോഗിച്ച് ഇത് 0 ആക്കുന്നുണ്ട്. ഇത് സബ്ട്രാക്ട് ചെയ്താൽ മതി. 1 - 1 0 ആയിക്കോളൂ, എളുപ്പം കിട്ടും ഇവിടെ. അപ്പം R1 ഇംപ്ലൈസ് R1 മൈനസ് R2. ഇത് കുറച്ച് എളുപ്പമായിരുന്നു നമുക്ക്. 1 0 0 1 ഈക്വൽ ടു, ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 - 1 എന്ത് കിട്ടും? 2. സോറി, R1 മൈനസ് R2 ആണേ, തിരിച്ചല്ല ചെയ്യേണ്ടത്. R1 നിന്ന് R2 ആണ്. അപ്പൊ 1 - 3 -2 -1 -4 -1 + 4 ആവും. എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. -1 + 4 എന്ന് പറയുമ്പോൾ 3 ആണ്. 3 - 4 ഓക്കെ ആണോ? 3 - 4 ഓക്കെ. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയത്. ഇത് ഇൻറ്റു എ. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടും എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു -2 3 3 -4. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് ഒരു 2/2 ഓർഡർ മെട്രിക്സിന്റെ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 3/3 ഓർഡർ മെട്രിക്സിന്റെ ഇൻവേഴ്സ് നമുക്ക് അടുത്ത പാർട്ട് വീഡിയോയിൽ പറയാം. ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോ. കാര്യം അത് ഇതുപോലൊന്നുമല്ല, ഇത് തന്നെ കുറച്ച് സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടെ കൂടുതൽ സ്റ്റെപ്പാണ്. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ടത് ഒരു ക്ലാസ് വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് അത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു കാര്യം പറയാനുള്ളത്, ഇത്രയൊന്നും സ്റ്റെപ്പ് ഇല്ലാതെ നമുക്ക് ഈ പറഞ്ഞ 2/2 ഓർഡർ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. വേണമെങ്കിൽ ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്. എ ഇൻവേഴ്സ് ഒന്ന് എഴുതിയേക്കാം. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് -2 3 3 -4. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ കൃത്യമായി കിട്ടിയിട്ട് മനസ്സിലായല്ലോ. അപ്പൊ നോക്കിയാൽ നമ്മൾ സ്റ്റെപ്പ് ചെയ്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എയുടെ സ്ഥാനത്ത് ഐഡന്റിറ്റി മെട്രിക്സ് ആക്കുമ്പോൾ അവിടെ ഐയുടെ സ്ഥാനത്ത് വരുന്ന പുതിയ മെട്രിക്സ് ആണ് നമ്മളുടെ എന്ന് പറയുന്നത് ഇൻവേഴ്സ്. ഓക്കെ, നോക്കാം. ഇൻവേഴ്സും കൂടെ ഒന്ന് എഴുതാം. ഇവിടെ എ എന്ന് പറയുന്നത് എന്തുവായിരുന്നു? 1 2 2 -1. ഇവിടെയാണെങ്കിൽ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/5 2/5 2/5 -1/5. ഇത് ചെയ്യാനുള്ള എളുപ്പവഴി എന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം നമുക്കൊരു 2/2 ഓർഡർ മെട്രിക്സ് വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ മെയിൻ ഡയഗണൽ എലമെന്റ് കണ്ടല്ലോ, മെയിൻ ഡയഗണൽ എലമെന്റ് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ആയിട്ട് നമ്മൾ എ ബി സി ഡി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എഴുതേണ്ടത് ഇവിടെ ഡിയും ഇവിടെ എയും എഴുതാം, ബി സി അതുപോലെ എഴുതും. ഇനി അടുത്ത പറയുന്നത്, ഒന്നാമത്തെ സ്റ്റെപ്പ് മെയിൻ ഡയഗണൽ എലമെന്റ് ഇന്റർചേഞ്ച് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് അടുത്ത ഡയഗണൽ എലമെന്റ് അല്ലെങ്കിൽ നോൺ ഡയഗണൽ എലമെന്റോ ഒക്കെ വേണമെങ്കിൽ പറയാം. മെയിൻ ഡയഗണൽ എലമെന്റ് ഒഴിച്ച് ബാക്കിയുള്ള 2 എലമെന്റ് ഉണ്ടല്ലോ, അതിന്റെ സൈൻ ചേഞ്ച് ചെയ്യണം. ഇപ്പൊ അതെന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ ആണ്. അപ്പൊ ഇവിടെ ബിയും സിയും എന്തോ അതിന്റെ പൊസിഷൻ മാറ്റരുത്, രണ്ടിന്റെയും എന്ത് ചെയ്യുക? സൈൻ. ഇപ്പൊ 2 കാര്യം പറഞ്ഞ മെയിൻ ഡയഗണൽ എലമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഇന്റർചേഞ്ച് ചെയ്യുന്നു, പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു. ബാക്കി 2 എലമെന്റ്സിന്റെ സൈൻ മാത്രം ചേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് ആദ്യത്തെ മെട്രിക്സ് എന്ന് കൺസിഡർ ചെയ്യുക, അവയുടെ പ്രോഡക്റ്റുകളുടെ ഡിഫറൻസ് എടുക്കുക. മെയിൻ ഡയഗണൽ എലമെന്റിന്റെ പ്രോഡക്റ്റിൽ നിന്നും നോൺ ഡയഗണൽ എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് സബ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇവിടെ എ ഡി മൈനസ് ബി സി അല്ലെ? അപ്പം എ ഡി മൈനസ് ബി സി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, അതായത് റെസിപ്രോക്കൽ മൾട്ടിപ്പിൾ 1/AD മൈനസ് ബി സി ഇൻറ്റു എന്താ? മെയിൻ ഡയഗണൽ എലമെന്റ് ചേഞ്ച് ചെയ്യുന്നു വെച്ചാൽ ഡി എ മൈനസ് ബി മൈനസ് സി. ഇതായിരിക്കും എന്തെന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ്. ചെയ്യേണ്ട 3 സ്റ്റെപ്പുകൾ: മെയിൻ ഡയഗണൽ എലമെന്റ് ഇന്റർചേഞ്ച് ചെയ്യുന്നു, നോൺ ഡയഗണൽ എലമെന്റ് സൈൻ ചേഞ്ച് ചെയ്യുന്നു, എന്നിട്ട് ആദ്യത്തെ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ് പ്രോഡക്റ്റിൽ നിന്നും നോൺ ഡയഗണൽ എലമെന്റ് പ്രോഡക്റ്റ് സബ്ട്രാക്ട് ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ആൻസർ. ഓക്കെ, നമുക്ക് ഇവിടെ അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. ഇവിടെ ആണെങ്കിലോ 4 × 2, അതായത് 1/4 × 2 മൈനസ് 3 × 3 3 × 3. ഓക്കെ ആണല്ലോ? 4 × 2 മൈനസ് 3 × 3 ഈക്വൽ ടു മെട്രിക്സിന്റെ മെയിൻ ഡയഗണൽ എലമെന്റ് ഏതൊക്കെയാ? നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ 2ഉം ഇവിടെ 4ഉം വരും. ഇവിടെ ആണെങ്കിലോ -3, ഇവിടെ ആണെങ്കിൽ -3. നോൺ ഡയഗണലിന്റെ സൈനും ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇത് സംബന്ധിച്ച് ചെയ്യുമ്പോൾ എത്ര ആയിട്ട് നമുക്ക് 1/4 × 2 8 3 × 3 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/-1 ദാറ്റ് ഇസ് -1 × 2 -3 -3 4. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? -2 3
3 മൈനസ് 4. ശരിക്കും ഇവിടുത്തെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അതല്ലായിരുന്നോ? -2 3 3 -4 കിട്ടിയില്ലേ? കിട്ടുന്നുണ്ടോ? അപ്പൊ എന്തായിരുന്നു? ഡയഗണൽ എലമെന്റ് ചേഞ്ച്, മെയിൻ ഡയഗണൽ എലമെന്റ് ഇന്റർചേഞ്ച് ചെയ്യുന്നു, നോൺ ഡയഗണൽ എലമെന്റ് സൈൻ ചേഞ്ച് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ പ്രോഡക്റ്റിന്റെ ഡിഫറൻസ് കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യാം. അടുത്തും കൂടെ ഒന്ന് നോക്കിയാൽ ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ നടക്കുന്നുണ്ടോന്ന്. അപ്പൊ ഇത്രയും സ്റ്റെപ്പ് ഒന്നും എഴുതുന്നില്ല. ആദ്യം ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 1 into -1 -2 into 2. 1 into -1 -1 ആണ്, 2 into 2 4 ആണ്. -1 -4 എന്ന് വെച്ചാൽ -5 ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? -5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ബാക്കി നമ്മൾ പറഞ്ഞേ. ഇവിടെ മെയിൻ ഡയഗണൽ എലമെന്റ് ഇന്റർചേഞ്ച് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇവിടെ -1 വരും, ഇവിടെ 1 വരും, ദെൻ ഇവിടെ -2 -2. ഇതിനെല്ലാം -5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെല്ലാം -5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഓക്കെ, ഇവിടെ 1/5, ഇവിടെ 2/5, ഇവിടെ ആണെങ്കിൽ 2/5, ഇവിടെ -5 ഉണ്ടല്ലോ, -1/5. ഓക്കെ, നമുക്ക് ഇവിടെ എന്തായിട്ട് 1/5 2/5 2/5 -1/5. ഓക്കെ ആണല്ലോ. അപ്പൊ 2/2 മെട്രിക്സിന്റെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പവഴി എന്ന് പറയുന്നത് ഇതാണ്. മെയിൻ ഡയഗണൽ എലമെന്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുന്നു, നോൺ ഡയഗണൽ എലമെന്റിന്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നു, ആ പ്രോഡക്റ്റിന്റെ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. വളരെ എളുപ്പം. നമുക്ക് എലമെന്ററി ഓപ്പറേഷൻ വേണ്ട, വേറെ ഒന്നും വേണ്ട. പക്ഷേ ഇത്രയും അറിയാമെങ്കിലും യൂസിങ് എലമെന്ററി ഓപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്തു തുടങ്ങിയ ആദ്യത്തെ സ്റ്റെപ്പുകളെല്ലാം കൃത്യമായി സ്റ്റെപ്പ് എഴുതി ചെയ്തേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു 2/2 ഓർഡർ മെട്രിക്സിന്റെ ഇൻവേഴ്സ് എലമെന്ററി ഓപ്പറേഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വ്യക്തമായല്ലോ. ഇതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ 3/3 ഓർഡർ മെട്രിക്സിന്റെ കൂടെ പറയും. അതും കൂടെ പഠിച്ചാലേ ഈ സെക്ഷൻ എന്ത് ചെയ്യത്തുള്ളൂ? പൂർണ്ണമാകത്തുള്ളൂ. അത് നമുക്ക് തൊട്ടടുത്ത ദിവസത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.